Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the editorial. The future of the past. Writings on Indian Literature, third semester, Calicut University, Common English. In our previous video, we discussed about short answer questions. Answer the following questions in a paragraph. The surviving tribes in Andaman. അപ്പോൾ ആൻഡമാനിലെ ആ ഒരു സർവൈവിങ് ട്രൈബ്സിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്ന സർവൈവ് ചെയ്തിട്ടുള്ള ട്രൈബ്സിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലി 3 other tribes സർവൈവിങ് ഇൻ ദ ആൻഡമാൻ ഐലൻഡ്. ആകെ ഇനി സർവൈവ് ചെയ്യുന്ന ട്രൈബ്സ് ആകെ 3 ട്രൈബ്സ് മാത്രമേ അവിടെ സർവൈവ് ചെയ്യുന്നുള്ളൂ. ദ ജറാവാസ് 250 in numbers who resisted contact with outsiders until 2 decades ago and ഓങ്സ് അറൗണ്ട് 100 in number. അപ്പോൾ ജറവാസ് ആണ് ഒരു ട്രൈബായിട്ട് വരുന്നത്. 250 ആളുകളുണ്ട്. അവർ ഔട്ട്സൈഡേഴ്സുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. വേറൊരു തരത്തിലുള്ള ട്രൈബാണ് ഓങ്സ് എന്ന് പറയുന്നത്. അറൗണ്ട് 100 in number who live in a remote pocket in the little Andaman and the Andaman. അപ്പോൾ ഇവർ ജീവിക്കുന്നത് ആൻഡമാനിലെ ഒരു റിമോട്ട് പോക്കറ്റ് ഏരിയയിലാണ് അവർ ജീവിക്കുന്നത്. മൂന്നാമത്തെ ട്രൈബ് എന്ന് പറയുന്നത് സെൻറ്റിലീസ് ആണ്. സെൻറ്റിലീസ് who have fiercely resisted outside contact and whose numbers and languages remain unknown. അപ്പോൾ അവരും ഈ ഒരു ഔട്ട്സൈഡുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അവരുടെ ലാംഗ്വേജും അവരുടെ എത്ര ആളുകളുണ്ട് അവരുടെ നമ്പറും അൺനോൺ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഓഫ് ആൻഡമാൻ. ആൻഡമാനിലെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ ആൻഡമാൻസ് ഈസ് സെലിബ്രേറ്റഡ് ഫോർ ബീയിങ് എ സ്റ്റോർ ഹൗസ് ഓഫ് ഫോന ആൻഡ് ഫ്ലോറ ഡൈവേഴ്സിറ്റി ബട്ട് ഇറ്റ്സ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചർ ഡൈവേഴ്സിറ്റി ആസ് ലാർജ് ബീൻ നെഗ്ലക്റ്റഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു എഡിറ്റോറിയലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആൻഡമാൻസ് ഫോന ആൻഡ് ഫ്ലോറ മീൻസ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇതിലൊക്കെ വളരെയധികം റിച്ചാണ്. അതായത് വളരെയധികം സമൃദ്ധി ഉള്ള ആൾക്കാരാണ്. പക്ഷേ അവരുടെ ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ലാർജ്ലി നെഗ്ലക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ദ ലാംഗ്വേജ് or dialects of the great Andamanese are regarded as one of 5 language families in India. അതായത് ഈ ഒരു ആൻഡമാൻസിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഡയലക്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുൻനിരയിൽ നിൽക്കുന്ന 5 ലാംഗ്വേജസിൽ പെട്ടിട്ടുള്ള ഒന്നാണ്. ഓങ് ജറാവ is derived from the separate linguistic ancestor, a process that requires improvising indigenous communities to protect their ancient traditions and tap into local resources in an autonomous and sustainable way. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻഡമാൻ്റെ ഒരു ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അവരെ എംപവറിങ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഡെത്ത് ഓഫ് ബോ സീനിയർ, ദ ലാസ്റ്റ് സ്പീക്കർ ഓഫ് ബോ ലാംഗ്വേജ്. ഈ ഒരു ബോ സീനിയറിൻ്റെ ഡെത്ത്, അതായത് ഈ ഒരു ബോ ലാംഗ്വേജിൻ്റെ ലാസ്റ്റ് സ്പീക്കറാണ് ബോ സീനിയർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഡെത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. Bo Senior, aged 85, who belonged to the Andaman. She is the last speaker of the Bo language. Bo language is one of the 10 languages of the tribes that populated the Great Andaman. അപ്പോൾ ബോ സീനിയർ എന്ന് പറയുന്നത് 85-year-old ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവർ ആൻഡമാൻസിലാണ് ജീവിക്കുന്നത്. അവരാണ് ഈ ഒരു ബോ ലാംഗ്വേജിൻ്റെ ലാസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത്. ബോ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആൻഡമാനിലെ 10 ലാംഗ്വേജസിൽ പെട്ടിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. പാസിംഗ് ഓഫ് ദിസ് ഗ്രാൻഡ് ഓൾറെഡി റെപ്രസെൻറ്റ് ദെയർ ഇറീപ്ലേസബിൾ ലോസ് ഓഫ് എ പാർട്ട് ഓഫ് ദ വേൾഡ്സ് ഹെറിറ്റേജ്, എ പാസേജ് ഓഫ് ദ ലിവിങ് കൾച്ചർ ഇൻ ടു മെമ്മറി. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ പാസിംഗ് എന്ന് പറയുന്നത്, ഈ ഒരു സ്ത്രീയുടെ മരണം എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതായത് ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു നഷ്ടത്തെയാണ്. അതായത് ആ ഒരു ലോകത്തിൻ്റെ തന്നെ ഹെറിറ്റേജാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ അവരുടെ ആ ഒരു കൾച്ചർ, അവരുടെ ഐഡൻറ്റിറ്റി, ഇതൊക്കെ എന്താണ് ഒരു മെമ്മറി ആയിട്ട് മാറിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ബോ സീനിയറാണ്
ബോ ലാംഗ്വേജിൻ്റെ ലാസ്റ്റ് സ്പീക്കർ. അപ്പോൾ ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മരണത്തോടു കൂടി ആ ഒരു ലാംഗ്വേജ് ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കിൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ബുക്കിലൊക്കെ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദ ഡെത്ത് ഓഫ് എ ലാംഗ്വേജ് മീൻസ് ദ പാസിംഗ് ഓഫ് മെനി തിങ്സ് സച്ച് എസ് വേ ഓഫ് ലൈഫ്, എ കൾച്ചറൽ ഐഡൻറ്റിറ്റി, എ റിപ്പോസിറ്ററി ഓഫ് ഇൻഡിജിനസ് നോളജ്. അപ്പോൾ നമുക്കൊരു ഡെത്ത് ഓഫ് എ ലാംഗ്വേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. ഒരു ട്രൈബ്സിൻ്റെ വേ ഓഫ് ലൈഫ്, അതിൻ്റെ പാസിങ്, അതില്ലാതാവുക, അതുപോലെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയുടെ നഷ്ടം, അതുപോലെ ഇൻഡിജിനസ് നോളജിൻ്റെ ഒരു ലോസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ലാംഗ്വേജിൻ്റെ അടുത്ത് മൂലമുണ്ടാകുന്നത്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബോ സീനിയർ, ബോ ലാംഗ്വേജ് ഈസ് പാസ്ഡ് ഇൻ ടു ദ ഹിസ്റ്ററി ആൻഡ് ലിംഗ്വിസ്റ്റിക് ബുക്ക്. അതായത് ഈ ഒരു ബോ സീനിയറിൻ്റെ മരണത്തോടു കൂടി ആ ഒരു ബോ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി ബുക്സിൽ അല്ലെങ്കിൽ ഒരു ലിംഗ്വിസ്റ്റിക് ബുക്സിൽ ഒരു മെമ്മറിയിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് മാത്രമായി മാറി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 300 വേർഡ്സ്. അപ്പോൾ ലോങ് എസ്സേ ആണ്. കമൻറ്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ദ പാസ്റ്റ്. ഫ്യൂച്ചർ ഓഫ് ദ പാസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഫ്യൂച്ചർ ഓഫ് ദ പാസ്റ്റ് ഈസ് ആൻ എഡിറ്റോറിയൽ ഫ്രം ദ ഹിന്ദു ന്യൂസ് പേപ്പർ. ദ ആർട്ടിക്കിൾ ടെൽസ് us about protecting the future of the past. അപ്പോൾ ഇതൊരു ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ് ദ ഫ്യൂച്ചർ ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ നമ്മളോട് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് ദ പാസ്റ്റിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, ആൻഡമാൻസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ദ ഫ്യൂച്ചർ ഓഫ് ദ പാസ്റ്റ് ഈസ് റിട്ടേൺ അഗൈൻസ്റ്റ് ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ദ ഡെത്ത് ഓഫ് എ ബോ സീനിയർ ഏജ്ഡ് 85 ഹു ബിലോങ് ടു ദ ആൻഡമാൻസ്. ഷീ ഈസ് ദ ലാസ്റ്റ് സ്പീക്കർ ഓഫ് ദ ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു എഡിറ്റോറിയലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അതായത് ഇത് എഴുതാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ബോ സീനിയർ എന്ന് പറഞ്ഞിട്ടുള്ള 85 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു ആൻഡമാനിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ മരണമാണ്. ആ സ്ത്രീയാണ് ആൻഡമാൻസിലെ ലാംഗ്വേജ് ആയിട്ടുള്ള ബോ ലാംഗ്വേജിൻ്റെ ലാസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ മരണത്തോടെ ആ ഒരു ലാംഗ്വേജും കൂടെ മരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദ 10 ലാംഗ്വേജസ് ഓഫ് ദ ട്രൈബ്സ് ദാറ്റ് പോപ്പുലേറ്റഡ് ദ ഗ്രേറ്റ് ആൻഡമാൻ. അപ്പോൾ ആ ഒരു ആൻഡമാനിലെ 10 ലാംഗ്വേജസിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജാണ് ബോ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പാസിംഗ് ഓഫ് ദിസ് ക്യാൻ ഓൾറെഡി റെപ്രസെൻറ്റ് ദ ഇറീപ്ലേസബിൾ ലോസ് ഓഫ് എ പാർട്ട് ഓഫ് ദ വേൾഡ്സ് ഹെറിറ്റേജ്, എ പാസേജ് ഓഫ് എ ലിവിങ് കൾച്ചർ ഇൻ ടു മെമ്മറി. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ലേഡിയുടെ, ഈ ഒരു ഓൾഡ് ലേഡിയുടെ ആ ഒരു പാസിങ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒരു ലോസാണ്, ആ ഒരു വേൾഡിൻ്റെ ഹെറിറ്റേജിൽ വരുന്ന ഒരു ലോസ്. അതുപോലെ അവരുടെ ആ ഒരു ലിവിങ് കൾച്ചർ എല്ലാം അവർക്കൊരു മെമ്മറി ആയിട്ട് മാറിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ റിമൈൻഡർ ഓഫ് ദ ഫ്രെജിലിറ്റി ഓഫ് ദ ഇൻഡിജിനിയസ് പീപ്പിൾ ഓഫ് ദ ആൻഡമാൻ ഐലൻഡ്സ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്ടിങ് ദെയർ ലിവ്സ് ആൻഡ് ദെയർ കൾച്ചർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഒരു ആൻഡമാൻസിൻ്റെ ആ ഒരു ഫ്രെജിലിറ്റി, ആ ഒരു നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇതിൽ നിന്ന് നമ്മളോട് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത് ഈ ഒരു ആൻഡമാൻസിൻ്റെ കൾച്ചർ, അവരുടെ ജീവിതം, അവരുടെ ആ ഒരു വേ ഓഫ് ലൈഫ്, ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് നമ്മളോട് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നുണ്ട്. The death of a language means the passing of main things such as way of life, culture, identity, repository of indigenous knowledge. അപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ പാസിങ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുടെ പാസിങ് അതുമൂലം ഉണ്ടാകുന്നുണ്ട്. അതായത് വേ ഓഫ് ലൈഫ്, ആ ഒരു ട്രൈബ്സിൻ്റെ വേ ഓഫ് ജീവിത രീതി, കൾച്ചറൽ ഐഡൻറ്റിറ്റി, അതുപോലെ ഇൻഡിജിനസ് നോളജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. The dwindling numbers of indigenous people, most of whom were either killed by British coloners or died through diseases imported by settlers. അതായത് ഈ ഒരു ഇൻഡിജിനസ് പീപ്പിളിൻ്റെ എണ്ണം കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളെ ബ്രിട്ടീഷ് കോളനൈസേഴ്സ് ഇങ്ങനെ കൊന്നൊടുക്കി. ചില ആളുകൾക്ക് ഈ വൈറ്റ് സെറ്റിലേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഈ സ്പ്രെഡഡ് ഡിസീസസ് ഒക്കെ ഉണ്ടാകും. പകർച്ചവ്യാധികൾ മൂലം അവർ മരണപ്പെട്ടു. ഓൺലി 3 other tribes survive in the Andaman Island. ബാക്കി സർവൈവ് ചെയ്യുന്നത്, ഒരു ആൻഡമാൻ ഐലൻഡിൽ സർവൈവ് ചെയ്യുന്നത് ആകെ 3 number of ട്രൈബ്സ് ആണ്. ഹു റെസിസ്റ്റഡ് കോണ്ടാക്ട് വിത്ത് ഔട്ട്സൈഡേഴ്സ് അണ്ടിൽ 2 decades ago. അവർ ഔട്ട്സൈഡേഴ്സുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ദ ഓങ്സ് അറൗണ്ട് 100, ഓങ്സ് എന്ന് പറയുന്നത് 100 നമ്പർ ഉള്ള ആളുകളാണ്. ഹു ലിവ്സ് ഇൻ എ ലിറ്റിൽ റിമോട്ട് പോക്കറ്റ് ഇൻ ദ ലിറ്റിൽ ആൻഡമാൻ. അവർ ആൻഡമാനിലെ ഒരു റിമോട്ട്
പോക്കറ്റ് ഏരിയയിലാണ് അവർ ജീവിക്കുന്നത്. ആൻഡ് ദ സെൻറ്റ്ലീസ് റെസിസ്റ്റഡ് ഔട്ട്സൈഡ് കോണ്ടാക്ട് ആൻഡ് ഹൂസ് നമ്പേഴ്സ് ആൻഡ് ലാംഗ്വേജ് റിമൈൻ അൺനോൺ. വേറൊരു വിഭാഗം ട്രൈബ്സാണ് സെൻറ്റ്ലേസ് എന്ന് പറയുന്നത്. അവരും ഈ ഒരു ഔട്ട്സൈഡ് കോണ്ടാക്റ്റ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരെത്ര പേരുണ്ട്, അവരുടെ ലാംഗ്വേജ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴും അൺനോൺ ആണെന്നാണ് പറയുന്നത്. The Andamans is celebrated for being storehouse of fauna and floral diversity, but its linguistic and cultural diversity has largely been neglected. പിന്നീട് പറയുന്നത് ഈ ഒരു ആൻഡമാൻസ് വളരെയധികം റിച്ച് ആയിരുന്നു ഫോന ആൻഡ് ഫ്ലോറൽ ഡൈവേഴ്സിറ്റിയിൽ. അതായത് അവർ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇതിലൊക്കെ ഭയങ്കര റിച്ച് ആയിരുന്നു അവർ. പക്ഷേ അവരുടെ ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് പാടെ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദ ലാംഗ്വേജ് ഓർ ഡയലക്ട്സ് ഓഫ് ഗ്രേറ്റ് ആൻഡമാനീസ് ആർ റിഗാർഡഡ് ആസ് വൺ ഓഫ് 5 ലാംഗ്വേജ് ഫാമിലീസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ 5 ലാംഗ്വേജ് ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡയലക്റ്റ് ഓർ ലാംഗ്വേജ് ആണ് ഈ ഒരു ആൻഡമാനീസിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. A process that requires empowering indigenous communities to protect their ancient traditions and tap into local resources in an autonomous and sustainable way. In the Andamans more than elsewhere we need to protect the future of the past. അപ്പോൾ നമ്മൾ ഈ ഒരു ആൻഡമാൻസിൻ്റെ ആ ഒരു ഏൻഷ്യൻ ട്രഡീഷൻസ്, അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, ഇതൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് മറ്റുള്ള എന്തിനേക്കാൾ കൂടുതൽ നമ്മൾ ആൻഡമാൻസിനെ അവരുടെ ആ ഒരു ഫ്യൂച്ചർ ഓഫ് പാസ്റ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.